എന്തായി ഈശ്വര, കാര്യങ്ങൾ കൈവിട്ട് പോയെന്നാ തോന്നുന്നത്. രാജൻ, പരാതി പറയാൻ ഒരാൾ പുറത്തു വന്ന് കാത്തു നിൽക്കുന്നു. ശരി, പറയാൻ പറയൂ. ഉത്തരവ്. എന്താ വന്നത്? പരാതി പറയൂ. പരാതി 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 പോട്ടാളിയ. ഹലോ, ആരാ? രാജാവുണ്ടോ? മണി 12 ആയതല്ലേ ഉള്ളൂ. 1 മണിയാകാതെ എങ്ങനെയാണ് ഒന്നുന്നത്? അയ്യോ, ഞാൻ രാജഗുരുവാണ്. താനോടും വിളിക്കുന്നത്? ഞാൻ അങ്ങയുടെ മുഴുവൻ പുറത്തു നിന്നാ വിളിക്കുന്നത്. അവിടെ നിന്ന് കിടക്കാതെ ഇങ്ങോട്ട് വേണേ. ഓ ശരി. മഹാരാജന്റെ പ്രമാണം, ഗുരുവിനെ ആധാരം. വച്ചര നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. തോഴി, ഇദ്ദേഹമാണ് നമ്മുടെ കൊട്ടാരം ഗുരു. ഇദ്ദേഹത്തിനെ പറ്റി പറയുവാൻ ഒരുപാടുണ്ട്. രാജൻ, അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? കള്ളം പറയുന്നത് എന്റെ ശീലമാണ്. രാജൻ, റാണി അങ്ങയെ തുണി അലക്കാൻ വിളിക്കുന്നു. എന്ത്? രാജാവായ നമ്മെ തുണി അലക്കുവാൻ വിളിക്കുന്നു? അസംഭവ്യം തന്നെ ഗുരുദേവ, അസംഭവ്യം. അതെ അതെ, ചിലപ്പോ ആര്യാട്ടാനായിരിക്കും. ഞാൻ പോയി ആട്ടി കൊടുത്തിട്ട് വരുന്നു. ചിലപ്പോൾ എനിക്ക് തേങ്ങ തിരുവാനും കാണുമോ എന്തോ. പോയിട്ട് വരട്ടെ തോഴി. എന്താ ഭഗവതിയുടെ പേര്? ഭഗവതിയോ? അല്ല, ഭഗവതിയുടെ പേര് പെട്രീഷ്യ. പെട്ടിയാട്ടോ? അല്ല, പെട്രീഷ്യ. അങ്ങനെ അനിയത്തിന്റെ കവിളിനെ നുണക്കുഴി ഇഷ്ടമായോ? നിങ്ങളുടെ നാട്ടിൽ കവളൊട്ടിയെ നുണക്കുഴി എന്നാണ് പറയണത്. ഇന്ന് കളിയൊക്കൊന്നും വേണ്ട. ഞങ്ങളുടെ നാട്ടിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ എനിക്കാ ഫസ്റ്റ്. എന്ത്, നീ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്? ഗുരുവിനെ കണ്ടിട്ട് ധൈര്യശാലിയാണെന്ന് തോന്നുന്നു. ഞാൻ മാത്രമല്ല, എന്റെ അപ്പൂപ്പനും വലിയൊരു ധൈര്യശാലിയായിരുന്നു. എന്തിനേറെ പറയുന്നു, അദ്ദേഹത്തിന് ധീരതക്കുള്ള അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. ആളിപ്പോൾ എവിടെയാ? കഴിഞ്ഞ ക്രിസ്മസിന് പിള്ളേർ പടക്കം പൊട്ടിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോയി. നമ്മളിങ്ങനെ നിൽക്കുന്നത് കണ്ട് രാജാവ് വന്നാൽ കൊന്നുകളയും. ആര്? രാജാവിനെയോ? അല്ല, അങ്ങനെ നമ്മളെ കൊന്നുകളയും. എന്നെ തൊഴി ഗുരു. ഗുരു തൊഴി. ഒളിക്കുന്നത് വീടുകളാണ്. നമുക്ക് ഓടി രക്ഷപ്പെടാം. മഹാരാജൻ വിദൂഷകൻ മുഖം കാണിക്കാൻ
സൽമാൻ ഖാനെ പോലുണ്ട്. ആരവിടെ? ഇവന് 100 പൊൻപണം കൊടുക്കൂ. മഹാരാജൻ, അങ്ങയുടെ കീർത്തി നാടൊട്ടുക്കും പരന്നിരിക്കുകയാണ്. ആണോ? ആരവിടെ? 200 പൊൻപണം കൂടി കൊടുക്കൂ. ഈരയുടെ 14 ലോകത്തിലും അങ്ങ് കീർത്തിമാനാണ്. സബാഷ് സബാഷ്. ആരവിടെ? ഇവന് 300 പൊൻപണം കൂടി കൊടുക്കൂ. ശത്രുരാജ്യങ്ങൾ അങ്ങയുടെ പേര് കിട്ടാൻ കിടുകിടാതിറക്കും. ബാലേവേഷ്, അങ്ങനെ വേണം. ആരവിടെ? ഇവന് 500 പൊൻപണം കൂടി കൊടുക്കൂ. രാജൻ, അങ്ങ് ഇന്ദ്രനെക്കാളും കേമന. ഇനി ഒന്നും നോക്കാനില്ല. ഇവന് 1000 പൊൻപണം കൊടുക്കൂ. എന്താ, സന്തോഷമായില്ലേ? ആയി രാജൻ. ശരി, എനിക്ക് പൊക്കോളൂ. അപ്പോൾ പൊൻപണം നീ ഓരോന്ന് പറഞ്ഞ് എന്നെ അങ്ങ് സൂചിപ്പിച്ചു. തിരിച്ച് താൻ എന്തെങ്കിലും പറഞ്ഞ് നിന്നെ ഒന്ന് സൂചിപ്പിക്കണ്ടേ? ഈ പരിപാടിയുടെ അണിയറപ്രവർത്തകരെ നിങ്ങൾക്ക് അഭിനയിച്ചവർ ബിന്നി, സരിൻ, സന്തോഷ്, സിമി, ജോസഫ്, അരുൺ ജോസഫ്, ദുർഗ, രഞ്ജൻ, രാജശ്രീ, recording and mixing, Brijesh, costume, Simi Manila, ആശയ ആവിഷ്കാരം സരിൻ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. അടി, പിടി, വെട്ട്, കുത്ത് എന്നിവയ്ക്ക് ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. ഉത്സവ പറമ്പുകൾ വെച്ചുള്ള അടി കൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. ഉത്സവം പ്രമാണിച്ച് കൂലിത്തരനുബന്ധിച്ചുള്ള കുളിച്ചുതറി തികച്ചും സൗജന്യം. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ. നിങ്ങളുടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷൻ വഴിയും കൊട്ടേഷനുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല. 2006 ഏപ്രിൽ മുതൽ ഗുണ്ടബിനു അടി ആൻഡ് പിടി കോളേജിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് വികലാംഗ പെൻഷനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് സൗജന്യമായി നൽകുന്നു. ഗുണ്ടബിന് കാലങ്ങളായുള്ള സേവനം, വഴിപിടിച്ച ജീവിതം, ഞങ്ങളുടെ മുഖമുദ്ര. ഗുണ്ടബിന് ഗുണ്ടബിനു.